ഇന്നൊരു വിദ്വാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലുള്ളത് അതാ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ അങ്ങനെ മുജാഹിദുകൾക്കും ഒരു മുത്തേടത്തെ കിട്ടി. അതായത് ഒരു ചുഴലി എന്ന പേരിലോ മറ്റുള്ളൊരു മുസ്ലിയാർ, ഒരു മൗലവി, എന്താണ് മുസ്ലിങ്ങളുടെ സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണ്, സുന്നികളെ തുടർന്ന് നിസ്കരിക്കുന്നത് സാമിയെ തുടർന്ന് നിസ്കരിക്കുന്നത് സമമാണ് എന്ന് പറഞ്ഞു. അവർ തനിച്ച കാഫറുകളാണ് എന്ന്. എന്നിട്ട് അപ്പോഴും അയാളെ നന്നാക്കലല്ല ലക്ഷ്യം, മൂത്തേടത്തിൻ്റെ പുറത്തേക്ക് കയറലാണ്. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് അരമണിക്കൂറെങ്കിലും കാഫറായിട്ടുണ്ടെന്ന് ഞാൻ എന്നേലും പറഞ്ഞിട്ടുണ്ടോ? മുജാഹിദിന്റെ പള്ളികൾ അമ്പലങ്ങളാണെന്ന് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അതും കേട്ട് കളിക്കുക. ഇവനൊക്കെ സിറാത്ത് ഫലത്തിന് എന്താ ചെയ്യുക? ഞാനെന്താ പറഞ്ഞു? മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്, പക്ഷേ മുൻഗാമികൾക്കില്ലാത്ത വിശ്വാസധാര കൊണ്ടുവന്നത് കൊണ്ട് അവർ മുബത്തദീകളാണ്. ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയ കുറെ സംഘടന ഉണ്ട് കേരളത്തിൽ. അവരിന്നത് മറന്നാലും ഇല്ലെങ്കിലും സമസ്ത അത് പറയാണ്ടാക്കിയതാ, സമസ്ഥാന അത് പറയാണ്ടാക്കിയതാ, ദക്ഷിണ കേരള വരത് പറയാണ്ടാക്കിയതാ. എന്ത്? മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്, പക്ഷെ അവർ മുബത്തദീകളാണ്, അവർ കാഫറുകൾ അല്ല. അതേ സമയത്ത് കാഫിറല്ലാത്തവരെ കാഫിറാകുമോ എന്ന നിയമം അവര് മേൽ വന്നേക്കാം. അത് വേറെ കാര്യം. ഞാൻ എൻ്റെ വായി കൊണ്ട് പറഞ്ഞിട്ടില്ല. മുജാഹിദ് പള്ളി അമ്പലമാണെന്നോ ചർച്ചാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മുജാഹിദ് പള്ളി കയറി നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? അവർ മുബത്തദീകളാകുമ്പോൾ അവരെ തുടർന്ന് നിസ്കരിച്ചാൽ, അവർ ഷർത്തും ഫർളും പാലിച്ചുകൊണ്ടാണെങ്കിൽ പോലും തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഇത് കിതാബിൽ എഴുതി വെച്ചതാണ്. ഷർത്തും ഫർളും ചിലപ്പോൾ അവർ പാലിക്കൂല, അപ്പോൾ നിസ്കാരാവൂല തുടർന്ന് നിസ്കരിക്കുമ്പോൾ. ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ പറഞ്ഞില്ല, അവരുടെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു ക്രൂരനാണ്. ലക്ഷക്കണക്കായ ആളുകളെ കൊന്നിട്ടാണ് അയാളുടെ വിശ്വാസധാരയെ അയാൾ സ്ഥാപിച്ചത്. ഇതിന് ഞാൻ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളെ, ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രൂഫ് ആൻഡ് എവിഡൻസ് മലയാളക്കരക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു മുജാഹിദ് കാഫറാന്ന് എന്നാ പറഞ്ഞത്? മുജാഹിദിന്റെ പള്ളി അമ്പലാണ് ചർച്ച ഞാൻ എന്നാ പറഞ്ഞത്? മുജാഹിദിനെ തുറന്ന് നിസ്കരിച്ചവൻ കാഫറാവുന്നു ഞാൻ എന്നാ പറഞ്ഞത്? മുജാഹിദിനെ തുറന്ന് നിസ്കരിച്ചവൻ സാമിനെ തുറന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്നാ പറഞ്ഞത്? നിങ്ങൾ ഇന്ന ഈ പറയുന്ന കുറ്റങ്ങൾ അള്ളാഹിനെ കൊടുത്ത് എന്താ പറയാ? ഞാൻ പറഞ്ഞത് വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞ, ഞാൻ പറഞ്ഞത് ബാഫക്കത്തങ്ങൾ പൂക്കോയത്തങ്ങൾ പറഞ്ഞ, ഞാൻ പറഞ്ഞത് ശംസുലമി കണ്ണിയത്തും പറഞ്ഞ. അത്രയേ ഉള്ളൂ. അതൊന്നും കൂടി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കഴിവുകൾ കിട്ടി. ലക്ഷക്കണക്കായ ആളുകളെ കൊലപ്പെടുത്തിയാണ് വഹാബികൾ അവരുടെ വിശ്വാസധാരയെ സ്ഥാപിച്ചത് എന്നതിനുള്ള നൂറുകണക്കിന് പൊളിക്കാൻ പറ്റാത്ത പ്രൂഫ് ആൻഡ് എവിഡൻസ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബസ് അപ്പോഴും എൻ്റെ പുറത്ത് കയറലാണ്. അയാൾ എന്നാക്കൽ രക്ഷയില്ല. ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു വിദ്വാൻ, അവൻ പലതും പറയാറുണ്ട്, ഞാൻ ഇതിന് മറുപടി അറിയാനില്ല. എന്തുകൊണ്ട്? ഭ്രാന്തിന് മറുപടി ഇല്ല. എന്നാ ഇതും ഭ്രാന്തല്ലേ? ഇത് ഭ്രാന്താണെങ്കിലും ഇത് വളരെ അപകടകരമായ ഒരു വാക്കാണ്. അങ്ങനെ മുജാഹിദിന് ഒരു മുത്തേടത്തെ കിട്ടിയതാണ്. എടോ, നീ ഉണ്ട് വെല്ലുവിളിക്കാൻ ഞാൻ നിന്നെ. ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് ലോക ചരിത്രത്തെ എന്തെങ്കിലും ഞാൻ ഇന്റെ ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ വാക്ക് നീ എന്താണ് ഞാൻ സമ്മതിക്കുക? മുജാഹിദ് കാഫിറാണെന്ന് എന്റെ ജീവിതത്തെ ഞാൻ പറഞ്ഞില്ല. ഇനി ഒരു മൂത്തേടത്തെ മാത്രമല്ല അവർക്ക്, ഒരു ചുഴലിയെ മാത്രമല്ല അവർക്ക് കിട്ടിയത്. ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ്. 1982 പഠിക്കടോ. ഒരു ചുഴലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ? കേരള വഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന, മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന EK ഹസൻ മുസ്ലിയാർ മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തയച്ച കത്ത് ഇന്നും മലയാളക്കരയിലുണ്ട്. അസ്ലിം തസ്ലിം വ ഇല്ലാ ഫഇന്ന അലൈക ഇസ്മാതു ബൈക്. നീ മുസ്ലിമായിക്കോ, എന്നാൽ നീ നാളെ രക്ഷപ്പെടും. ഇപ്പോൾ താങ്കൾ കാഫിറാണ്. ഇതാരെ എഴുതിയതാ? ഒരു ചുഴലിയല്ല,
ഇപ്പൊ കുറച്ച് മുസ്ലിം നേതാക്കന്മാർ പറയാണ് എന്ത് ചുഴലിയെ തിരുത്തണം. എന്തിനാണോ തിരുത്തണ്? ഒരു ചുഴലിയെ തിരുത്തിയ പ്രശ്നം തീരുമോ? കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലീനിയസായ നേതാവെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണെന്ന്. ആര്? മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അന്ന് 2 സുന്നി യുവജന സംഘം ഇല്ല. ഇന്നിപ്പോ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഏത് സുന്നി യുവജന സംഘമാണ്? ഇന്ന് 2 സ്ഥലത്ത് സുന്നി യുവജന സംഘം ഉണ്ട്. അന്ന് ഒരു സുന്നി യുവജന സംഘമുള്ളത്. അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആര്? സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാർ. ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ്. ഇത് വെണ്ണൂർ ചാടിയതല്ല, വയസ്സുണ്ടായിട്ടാണ്. ഞാൻ പോരുന്ന വഴിക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല. ഞാൻ കുറച്ച് കാലമായി ഇവിടെ ജീവിക്കണം. ഞാനന്ന് ജീവിച്ചതാ. ഈ അസ്ലിം തസ്ലിം എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ വാർക്കുക. പൊട്ടി കരഞ്ഞ ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. മരിക്കണ നേരത്ത് അതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത്. കരഞ്ഞത് എന്റെ മാരനെ കേട്ടിട്ടുണ്ട്. ഇതെന്തിനാ ചുഴലിയെ തിരുത്തുന്നത്? ഒരു ചുഴലിയെ തിരുത്തിയാൽ തീരുന്ന പ്രശ്നമാണത്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ്, എക്കാലത്തെയും ഒരു നേതാവ്, മഹാനായ നേതാവ് കത്തയച്ചു. ആർക്ക്? EK ഹസൻ മുസ്ലിം കത്തയച്ചു. അസ്ലിം, താങ്കൾ മുസ്ലിം ആവുക. താങ്കൾ എന്നുള്ളത് എന്റെ ഭാഷയാണ്. നീ എന്ന് അർത്ഥം വെക്കാം. നീ മുസ്ലിം ആവുക. തസ്ലം എന്നാൽ തനിക്ക് രക്ഷപ്പെടാം. തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേറേണ്ടി വരും. ഇതല്ലേ ഇതിന്റെ അർത്ഥം? ഇതല്ലേ പച്ച മലയാളം അർത്ഥം? ഇത് 82 കത്ത്. ഇപ്പൊ എത്രയായി? 42 വർഷം മുമ്പ് നമ്മൾ വേണ്ടതാണ്. അന്നൊന്നുമില്ലാത്തൊരു തിരുത്തൽപ്പ് എന്താ? അങ്ങനെ എത്ര സംഭവങ്ങൾ നിങ്ങൾ ഇതിന്റെ തലേക്ക്. എന്താ വിഷയം? വിഷയം ഒരു ചുഴലി ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ മൂത്തേടം ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുക. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നിടൂ. മുജാഹിദിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ അത് സാമിയുടെ പിന്നിൽ നിസ്കരിക്കലാണ് എന്ന് ഞാൻ എന്നാ പറഞ്ഞു? മുജാഹിദ് കാഫിറാണ് അല്ല അരഫാണ്, കാൽഫിർ അല്ലെങ്കിൽ മുക്കാഫിർ, ഇത് ഞാൻ എന്നാ പറഞ്ഞു? എന്നാണ് പറഞ്ഞു? ഒരു മുസ്ലിങ്ങളാണ്, ഒരു പക്ഷേ മുത്തദികളാണ്. മുസ്ലിങ്ങൾക്കത് പരിചയമില്ല. ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ജൂതനെയോ മുഹമ്മദ് മുസ്തഫ അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. തെളിയിക്കാൻ സാധ്യമല്ല. അന്ന് നിന്റെ വലത്തെ ചെവി ഞാൻ അരിഞ്ഞു തരും. എന്താ പറഞ്ഞേ? ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ പോലും അവർ ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ, അവർ ജൂതനായതിന്റെ പേരിൽ മുഹമ്മദ് നബി യുദ്ധം ചെയ്ത് കൊന്നിട്ടുണ്ട് എന്ന് ഒരാൾ തെളിയിച്ചാൽ എന്റെ കഴുത്ത് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാൻ വെല്ലുവിളിക്കാണ്. ഇത് മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൂട്ടക്കൊല ചെയ്തിട്ടാണ് വഹാബി മതം, ആശയം മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്ഥാപിച്ചത്. അതിനെതിരെ ഞാൻ സമരം ചെയ്ത്. അത് ദീനല്ല, ക്രൂരത ദീനല്ല. നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം. ഇത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതുമല്ല. ഇതിവിടെ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ.